ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ പ്രാഗിലെ അവർ ലേഡി ഓഫ് വിക്ടറി ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഉണ്ണീശോയുടെ രൂപം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരുടെ ഇടയിൽ വലിയ ഭക്തി ഉണർത്തുന്ന ഒന്നാണ്. 14-ാം നൂറ്റാണ്ടിൽ സ്പെയിനിലെ ഒരു സിസ്റ്റേഴ്സ്യൻ ആശ്രമത്തിൽ വെച്ച് ഒരു സന്യാസിക്കുണ്ടായ ദർശനപ്രകാരമാണ് ഈ തിരുസ്വരൂപം നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. പിൽക്കാലത്ത് വിശുദ്ധ അമ്മത്രേസ്യയുടെ പക്കൽ ഈ രൂപം എത്തിയതായും പറയപ്പെടുന്നു. 1556-ൽ സ്പെയിനിൽ നിന്നും മരിയ മാൻഡ്രിക്വ എന്ന പ്രഭി വിവാഹ സമ്മാനമായി ഈ തിരുസ്വരൂപം പ്രയാഗിലെത്തിച്ചു. പിന്നീട് അവരുടെ മകളായ പോളിസേന രാജകുമാരി ഇത് കർമ്മലീത്ത ആശ്രമത്തിന് ദാനമായി നൽകി. ഞാൻ എനിക്ക് പ്രിയപ്പെട്ടത് നിങ്ങൾക്ക് നൽകുന്നു, ഈ രൂപത്തെ നിങ്ങൾ ബഹുമാനിച്ചാൽ നിങ്ങൾക്കൊന്നിനും കുറവുണ്ടാകില്ല എന്ന വാക്കുകളോടെയാണ് അവൾ അത് കൈമാറിയത്. യുദ്ധകാലത്ത് ആശ്രമം ആക്രമിക്കപ്പെടുകയും ഈ രൂപം ചവറ്റുകൊട്ടയിൽ എറിയപ്പെടുകയും ചെയ്തു. വർഷങ്ങൾക്കു ശേഷം സിറിൽ എന്ന വൈദികനാണ് കൈകളൊടിഞ്ഞ നിലയിൽ ഈ തിരുസ്വരൂപം കണ്ടെടുത്തത്. രൂപം കണ്ടെത്തിയ ഫാദർ സിറിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ണീശോ പറഞ്ഞ വാക്കുകളാണ് ഈ ഭക്തിയുടെ അടിസ്ഥാനം. എന്നോട് ദയ കാണിക്കുക, ഞാനും നിന്നോട് ദയ കാണിക്കും. എൻ്റെ കരങ്ങളെ എനിക്ക് തിരികെ തരിക, ഞാൻ നിനക്ക് സമാധാനം നൽകും. എന്നെ നീ എത്രത്തോളം ബഹുമാനിക്കുന്നുവോ അത്രത്തോളം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഈ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒടിഞ്ഞ കൈകൾ പുനഃസ്ഥാപിച്ചതോടെ പ്രാഗ് നഗരത്തിന് വലിയ അനുഗ്രഹങ്ങളും സമാധാനവും ലഭിച്ചതായി വിശ്വാസികൾ കരുതുന്നു. ഈ ഉണ്ണീശോയുടെ രൂപത്തിന് നിരവധി സവിശേഷതകളുണ്ട്. ഉണ്ണീശോയുടെ രാജകീയ വസ്ത്രങ്ങൾ ഉണ്ണീശോയെ ഒരു രാജാവായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇടതുകൈയിൽ ലോകവും വലതുകൈ അനുഗ്രഹിക്കുന്ന രീതിയിലുമാണ്. സഭയുടെ ആരാധനാക്രമം അനുസരിച്ച് വിവിധ നിറങ്ങളിലുള്ള വസ്ത്രങ്ങളാണ് ഉണ്ണീശോയെ അണിയിക്കാറുള്ളത്. അത്ഭുത പ്രവർത്തകനായ പ്രാഗിലെ ഉണ്ണീശോയുടെ തിരുനാൾ ജനുവരി 14-നാണ് വിശ്വാസികൾ ആഘോഷിക്കുന്നത്.